കൊല്ലം കൊട്ടാരക്കര പുത്തൂർ കണിയാപൊയ്കയിൽ അമ്മയുടെ ഊരുവലത്ത് ഭക്തി നിർഭരമായി. 12 വർഷത്തിലൊരിക്കൽ മാത്രം നടത്തുന്ന ഊരുവലത്താണ് നാടിന് അനുഗ്രഹമായി മാറിയതെന്ന് ഭക്തർ പറയുന്നു. രാത്രിയിൽ ദേവി ക്ഷേത്രം വിട്ട് കരകളിലേക്ക് എഴുന്നള്ളുന്ന അപൂർവ ആചാരമാണ് ഊരുവലത്ത്. കോവലിനെ നിഗ്രഹിച്ചതിൽ സന്തുഷ്ടയായ ദേവി 3 കരകളിലും സന്താനങ്ങളെ കാണാൻ എത്തുന്നുവെന്നാണ് വിശ്വാസം. കോവലിനെ കൊണ്ട് സന്തുഷ്ടയായ ദേവി 3 കരകളിലും തന്റെ പ്രജകളെ കാണാൻ എത്തുന്നതായിട്ടാണ് ഐതിഹ്യം. അതിന്റെ സൂചനയായിട്ടാണ് ഇത്തരത്തിൽ ഊരുവലത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത്. 3 കരയിലും പുത്തൂർ, ആറ്റുവാശ്ശേരി, മൈലംകുളം എന്നീ കരകളാണ് ഈ ക്ഷേത്രത്തിന്റെ ഭരണം നടത്തി വരുന്നത്. അപ്പൊ ഈ 3 കരകളിലും സന്തുഷ്ടവതിയായ ദേവി എത്തുന്നുവെന്നാണ് ഐതിഹ്യം പറയുന്നത്. താലപ്പൊലിയും മുത്തുക്കുടകളും വാദ്യമേളങ്ങളും ദീപയഷ്ടിയും എഴുന്നള്ളത്തിന് അകമ്പടി സേവിച്ചു. വീടുകളിൽ നിറപറയും നിലവിളക്കുമായി പുത്തൂർ, ആറ്റുവാശ്ശേരി, മൈലംകുളം എന്നീ കരകളിൽ സ്വീകരണമൊരുക്കി. പുത്തൂർ കരയിൽ നിന്ന് പുറപ്പെട്ട് ആറ്റുവാശ്ശേരി കരയിലെത്തി. ആറ്റുവാശ്ശേരി കരയിലാണ് ഏറ്റവും കൂടുതൽ ഭാഗങ്ങൾ സഞ്ചരിക്കുന്ന ആറ്റുവാശ്ശേരി കരയിൽ. അതിനുശേഷം മൈലംകുളത്തൂടെ പോയി രാവിലെ 5:30-6 മണിക്ക് മുമ്പായി വീണ്ടും കണിയാപൊയ്ക ക്ഷേത്രത്തിൽ എത്തിച്ചേരും. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഒരു മഹത്തായ, അത്ഭുതമായ, ഈശ്വര പ്രാധാന്യമുള്ള ഒന്നാണ്. മീനഭരണി ഉത്സവത്തിന്റെ മുന്നോടിയായിട്ടാണ് ഊരുവലത്തും പാട്ടും ഗുരുതിയും നടക്കുന്നത്. പുലർച്ചെ 5:30-ഓടെ ഭഗവതി ക്ഷേത്രത്തിൽ പ്രവേശിച്ചതോടെ ഊരുവലത്തിന് സമാപനമായി. സമകാലിക മലയാളം, കൊല്ലം.